ജാഗ്രതായി നീങ്ങുന്ന സൈനിക വണ്ടികൾ. ഇത് ഇന്ന് ഇന്ത്യയുടെ ഭൂമിയാണ്, ഇന്ത്യയുടെ മാത്രം. ബോളിവുഡ്, ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടുശീലിച്ച ദൃശ്യങ്ങൾ. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷം രാജ്യത്തെ വീടുകളുടെ സ്വീകരണ മുറികളിലെ ടെലിവിഷനുകളിലേക്ക് ആദ്യമായി ഒരു യുദ്ധം എത്തുകയായിരുന്നു. ജീവൻ പോയത് നമ്മുടെ 527 വീര സൈനികർക്ക്, പരിക്കേറ്റത് 1332 പേർ. എന്തുകൊണ്ട് ഒരു യുദ്ധം വേണ്ടി വന്നു? ആരൊക്കെയാണ് അതിന് കാരണക്കാർ? മെയ് 15. അതുവരെ പ്രശാന്ത സുന്ദരമായിരുന്നു ജീവിതം. ഗ്യാങ്സ്ലായുടെ മുനമ്പുകളിലേക്ക് പോയിരുന്നത് ഈ ആടുമേയ്ക്കുന്നവർ മാത്രമായിരുന്നു. അതിർത്തിയുടെ മുക്കും മൂലയും അറിഞ്ഞിരുന്നവർ. ഓരോ കുന്നിനും എത്ര ഉയരമുണ്ടെന്നും പുഴയുടെ ഓരോ തിരിവിലും എത്ര ഒഴുക്കുണ്ടെന്നും അറിഞ്ഞിരുന്നവർ. एक नहीं दो नहीं करो 20 समझौते पर स्वतंत्र भारत का मस्तक नहीं झुकेगा. अगणित बलिदानों से अर्जित यह स्वतंत्रता, अगणित बलिदानों से अर्जित यह स्वतंत्रता, शिवस्वेद शोणित से सिंचित यह स्वतंत्रता, त्याग तेज तप बल से रक्षित यह स्वतंत्रता, दुखी मनुजता के हित अर्पित यह स्वतंत्रता. इसे मिटाने की साजिश करने वालों से कह दो चिनगारी का खेल बुरा होता है. इसे मिटाने की साजिश करने वालों से कह दो चिनगारी का खेल बुरा होता है. औरों के घर आग लगाने का जो सपना वह अपने ही घर में सदा खड़ा हो. अमरीकी शस्त्रों से अपनी आजादी को दुनिया में कायम रख लोगे यह मत समझो. 10-20 अरब डॉलर लेकर आने वाली बर्बादी से तुम बच लोगे ये मत समझो. धमकी जिहाद के नारों से, हथियारों से कश्मीर कभी हथियार लोगे यह मत समझो. हमलों से, अत्याचारों से, संहारों से भारत का शीश झुका लोगे यह मत समझो. ഇന്ത്യൻ രാഷ്ട്രീയം ഏറ്റവും സങ്കീർണമായ കാലം. ആദ്യമായി ഒരു പ്രധാനമന്ത്രി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ സമയം 1999 ഏപ്രിൽ 17 ഒറ്റ വോട്ടിന് അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം പാസായത്. 269 വോട്ട് മാത്രം നേടി വാജ്പേയി സർക്കാർ. 270 വോട്ട് നേടി പ്രതിപക്ഷം നേടിയ ആ ഒറ്റ വോട്ടിന്റെ മുൻതൂക്കത്തിൽ വലിയ രാഷ്ട്രീയ സ്വപ്നം കണ്ടത് മറ്റൊരാളായിരുന്നു. ജനറൽ പർവേസ് മുഷറഫ്, പാകിസ്ഥാന്റെ സൈനിക മേധാവി. നവാസ് ഷെരീഫിനുമേൽ അധികാരം നേടാൻ കാത്തിരുന്ന പർവേസ് മുഷറഫ് ഇന്ത്യയിലെ രാഷ്ട്രീയ അസ്ഥിരതയിൽ കരുക്കൾ നീക്കിയത് മുഷറഫായിരുന്നു. വാജ്പേയി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിന്റെ 3-ാം ദിനം ഏപ്രിൽ 20 തന്നെ വലിയ സന്നാഹം കാർഗിലിലേക്ക് പുറപ്പെട്ടിരുന്നു. രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള വഴിയിൽ സൈനിക കരുത്ത് കാണിക്കാനുള്ള അരങ്ങൊരുക്കുകയായിരുന്നു മുഷറഫ്. ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങുന്ന ഈ ദൃശ്യമായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ എക്കാലവും വലിയ വേദന. ആത്മാഭിമാനം കളഞ്ഞുപോയ സൈനികരുമായി അധികാരത്തിലേക്കുള്ള മാർച്ച് പാസ്റ്റ് അസാധ്യമാണെന്ന് മറ്റാരെക്കാളും അറിഞ്ഞിരുന്നത് ജനറൽ പർവേസ് മുഷറഫാണ്. അയ്യൂബ് ഖാന്റെയും മുഹമ്മദ് സിയാഉൽ ഹക്കിന്റെയും വഴിയിൽ
സൈന്യത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ മുഷറഫിന് ഒരു അരങ്ങ് വേണമായിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മനസ്സറിവ് പോലുമില്ലാതെ കാർഗിലിലേക്ക് മുഷറഫ് പട്ടാളം നീങ്ങി. ആദ്യം 0.4590, പിന്നെ 0.5353, ഒടുവിൽ തോലോലിംഗിലെ കണ്ണായ ഭൂമിയായ 0.5062. എല്ലാം കാൽക്കീഴിലാക്കിയത് പാകിസ്ഥാൻ സൈന്യം ഒറ്റയ്ക്കായിരുന്നില്ല. മുഷറഫ് ആയുധം നൽകി അയച്ച തീവ്രവാദ സംഘങ്ങളായിരുന്നു മുൻനിരയിൽ. അവർ പാകിസ്ഥാൻകാർ മാത്രമായിരുന്നില്ല, അഫ്ഗാനിൽ നിന്ന് എത്തിയവരും ഉണ്ടായിരുന്നു. ആൾബലത്തിന്റെ കരുത്തിലും ആയുധബലത്തിന്റെ വമ്പിലും മാത്രം ജയിക്കാമായിരുന്ന ഒരു യുദ്ധമായിരുന്നില്ല അത്. കാർഗിൽ കുന്നുകൾ തന്നെയായിരുന്നു പ്രതിസന്ധി. തീവ്രവാദികളും പാക് സൈനികരും നിന്നിരുന്ന സ്ഥലമായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. ടൈഗർ ഹില്ലിലും തോലോലിംഗിലെ കുന്നുകളിലും നിന്ന് താഴ്വര കയറി വരുന്ന ഇന്ത്യൻ സൈനികരെ അവർ വളരെ നേരത്തെ കണ്ടു. ഏതു വഴിക്ക് നീങ്ങിയാലും മുകളിൽ നിന്ന് വരുന്ന ഷെൽ പതിക്കും എന്നതായിരുന്നു ഇന്ത്യ നേരിട്ട പ്രതിസന്ധി. 2 ലക്ഷം സൈനികരെ ഒരുക്കി നിർത്തുക, മുന്നണിയിലേക്ക് 30,000 പേരെ അയക്കുക. ആൾബലം കൊണ്ട് മാത്രമേ കാർഗിൽ തിരികെ പിടിക്കാനാകൂ എന്ന് ഇന്ത്യ അപ്പോഴേക്കും തീർച്ചപ്പെടുത്തിയിരുന്നു. താഴ്വരയിൽ നിന്ന് സൈന്യം നീങ്ങുമ്പോൾ തന്നെ കണ്ടത് ആളൊഴിഞ്ഞ വീടുകളായിരുന്നു. എങ്ങും ആടുകളെ മുറ്റത്ത് കെട്ടി വീട് ഇട്ടെറിഞ്ഞുപോയ ഗ്രാമീണർ, ഷെല്ലുകൾ വീണ് തകർന്ന മേൽക്കൂരകൾ, ഇടവഴികളിലെങ്ങും പലായനം ചെയ്യുന്നവർ. മെയ് 26 ഇന്ത്യയുടെ ആദ്യ യുദ്ധവിമാനം തോലോലിംഗ് ലക്ഷ്യമാക്കി പറന്നുയർന്നു. രാജ്യം വ്യോമാക്രമണം തുടങ്ങി. 4 തുടർച്ചയായ ബോംബിംഗ്. പക്ഷേ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ മുന്നേറിയില്ല. പിറ്റേന്ന് ഇന്ത്യയുടെ MiG-27 നിലം പതിച്ചു. ക്യാപ്റ്റൻ നചികേതയെ പാക് സൈന്യം ബന്ദിയാക്കി. MiG-21 പാക് മിസൈലിൽ തകർന്നു. ഒറ്റ ദിവസം 2 വിമാനങ്ങൾ വീണ ഞെട്ടൽ മാറും മുമ്പ് മെയ് 28 Mi-17 യുദ്ധവിമാനവും പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. 2 ദിവസം കൊണ്ട് നഷ്ടമായത് 3 യുദ്ധവിമാനങ്ങൾ, ജീവൻ നഷ്ടമായത് 6 വൈമാനികർക്ക്. അപ്പോഴും ഇന്ത്യ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചിരുന്നില്ല. മെയ് 31 പോലും പ്രധാനമന്ത്രി വാജ്പേയി പ്രഖ്യാപിച്ചത് കാർഗിലിൽ യുദ്ധസമാനമായ സാഹചര്യം എന്നായിരുന്നു. हम शांति चाहते हैं, ये तो दुनिया ने देखा. अब दुनिया ये देखेगी कि हम शांति की रक्षा के लिए और अपनी शक्ति का भी प्रदर्शन कर सकते हैं. ये लड़ाई अभी चलेगी और इस लड़ाई को जीतने के लिए हमें प्रयास करना है. लड़ाई के परिणाम के बारे में भी मेरे मन में कोई संदेह नहीं है. हमारी विजय निश्चित है और हम विजयी होकर दिखाएंगे. ജൂൺ 1 ദേശീയപാത ബോംബിട്ട് തകർത്തായിരുന്നു പർവേസ് മുഷറഫിന്റെ മറുപടി. അപ്പോഴും യുദ്ധം ചെയ്യുന്നില്ല എന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം.
ഇന്ത്യയും തീവ്രവാദികളും ഏറ്റുമുട്ടുകയാണെന്ന് രാജ്യാന്തര വേദികളിലൊക്കെ നവാസ് ഷെരീഫ് ആവർത്തിച്ചു. ജൂൺ 5-ന് യുദ്ധ തടവുകാരായി പിടിച്ച 3 പാകിസ്ഥാൻ സൈനികരുടെ വിശദാംശങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടു. പാകിസ്ഥാൻ സൈന്യം നേരിട്ട് നടത്തുന്ന യുദ്ധത്തിന്റെ തെളിവുകളും വാർത്താസമ്മേളനത്തിൽ നിരത്തി. ജൂൺ 6 മുതൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ കാർഗിൽ ലക്ഷ്യമാക്കി കുതിച്ചു. ജൂൺ 10 ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റ ദിവസമായിരുന്നു അന്ന്. ക്യാപ്റ്റൻ സൗരഭ് കാലിയ ഉൾപ്പെടെ 6 പേരുടെ വികൃതമാക്കപ്പെട്ട മൃതശരീരം പാകിസ്ഥാൻ കൈമാറി. തട്ടിക്കൊണ്ടുപോയി 25-ാം ദിവസമായിരുന്നു അത്. കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ടിരുന്നു. കണ്ണുകൾ ചൂഴ്ന്നെടുത്തിരുന്നു. ജനനേന്ദ്രിയങ്ങൾ മുറിച്ചുമാറ്റിയിരുന്നു. ക്യാപ്റ്റൻ സൗരഭ് കാലിയ, അർജുൻ റാം ബസ്വാന, മൂലാറാം, നരേഷ് സിംഗ് സിൻസിവാർ, ഭൻവാർലാൽ ബഗാരിയ, പിന്നെ ഭിക്കാറാമു. ഇന്നും അവരുടെ ഗ്രാമങ്ങൾ ആ വേദനയിൽ നിന്നും പുറത്തു കടന്നിട്ടില്ല. ജൂൺ 11-ന് ഇന്ത്യ എല്ലാ തെളിവുകളും രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ജനറൽ പർവേസ് മുഷറഫ് റാവൽപിണ്ടിയിലുള്ള ലഫ്റ്റനന്റ് ജനറൽ അസീസ് ഖാന് യുദ്ധനിർദ്ദേശം നൽകുന്ന ശബ്ദ സന്ദേശം ഇന്ത്യ പുറത്തുവിട്ടു. യുദ്ധത്തിനിടെ ശത്രുരാജ്യത്തിന്റെ സർവ്വസൈന്യാധിപന്റെ ടെലിഫോൺ സംഭാഷണം തന്നെ ചോരുന്ന ആദ്യ സന്ദർഭമായിരുന്നു അത്. അതോടെ കാർഗിലിൽ നടക്കുന്നത് പൂർണ്ണ അർത്ഥത്തിലുള്ള യുദ്ധമായി. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പാകിസ്ഥാന് താക്കീത് നൽകി. എത്രയും വേഗം സൈന്യത്തെ പിൻവലിക്കണം എന്നായിരുന്നു നിർദ്ദേശം. ഒന്നും ഫലവത്തായില്ല. ഇന്ത്യ അന്തിമ യുദ്ധം ആരംഭിച്ചു. ജൂൺ 29-ന് ടൈഗർ ഹില്ലിന് സമീപത്തെ പോയിന്റ് 5060 ഇന്ത്യ പിടിച്ചു. തൊട്ടു പിന്നാലെ 5100. അപ്പോഴും യുദ്ധം പകുതി പോലും പിന്നിട്ടിരുന്നില്ല. കശ്മീരിന് മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും അതിസങ്കീർണമായിരുന്നു ആ ദിനങ്ങൾ. മിലിറ്ററി ട്രക്കുകൾ ഓരോ ഗ്രാമങ്ങളിലേക്കും വീരമൃത്യു വരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നു. 1971-ലെ ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ഹിമാലയൻ മലനിരകൾ ചെഞ്ചുവപ്പായ ദിനങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം എനിക്കൊരു 7:30 മണിക്ക്, ഞാൻ ബാംഗ്ലൂരായിരുന്നു, എനിക്കൊരു ടെലിഫോൺ കോൾ വന്നു. ടെലിഫോൺ കോൾ വന്നു വെച്ചാൽ എന്നോട് എന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. കേണൽ PKV പണിക്കരാണോ? ഞാൻ പറഞ്ഞു യെസ്. അപ്പം ഇങ്ങനെയാണ് ക്യാപ്റ്റൻ വിക്രമിന് ഒരു ഇഞ്ചുറി ഉണ്ടായി. ഞാൻ പറഞ്ഞു എന്നിട്ട് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്? അപ്പോൾ പറഞ്ഞു കിഷൻ വളരെ ഗ്രേവായിട്ട് ഇഞ്ചുറി ആയിരുന്നു. ഞാൻ പറഞ്ഞു അതായിരിക്കും, അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ വിളിച്ചത്. ആൾ എങ്ങനെ ഹൗ ഈസ് ഇഞ്ചേർഡ്? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഷെൽ ബസ്റ്റ് ഉണ്ടായതാണ്. എനിമിയുടെ ഭാഗത്തുനിന്നൊരു ആർട്ടിലറി ഷെല്ലാണ് വന്ന് അതിൻ്റെ സ്പ്ലിൻറ്റർ തട്ടിയത് ചെവിയുടെ പുറകിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ സ്പ്ലിൻറ്റർ ആണെങ്കിൽ ഈസി ഇൻ വൺ പീസ് ചെയ്ത് ബസ്റ്റ് ആകുമ്പോൾ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ മാതിരി പീസ് ബൈ പീസായി പോകും. അപ്പോൾ അവർ പറഞ്ഞു അല്ല, ഈസ് ഇൻ വൺ പീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്കുണ്ടായിരുന്നത്, അത് നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറിയിലാണോ അതോ പാകിസ്ഥാനിലാണോ? എന്നുവെച്ചാൽ അതിനു മുമ്പ് പല ഡെഡ് ബോഡിയും പാകിസ്ഥാനിലായിരുന്നു. ശരിക്കും വിക്രം പോയത് മേജർ സരവണൻ എന്ന് പറഞ്ഞൊരു മേജറും അവരുടെ സെക്ഷനും കൂടെ പാകിസ്ഥാനിൽ പോയി അവരെയൊക്കെ അവർ വെടിവെച്ച് താഴെയിട്ടു. അപ്പോൾ ഒരു 4 നിലയിൽ കിടക്കുന്നത്. അത് റിക്കവർ ചെയ്യാൻ വേണ്ടി, അവരുടെ ബോഡി നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 4-5 പിക്കറ്റ് കയറി പോകണം. പിക്കറ്റ് എന്ന് വെച്ചാൽ ഒരു ക്രസ്റ്റിൽ. അപ്പോൾ 4-5 വിക്കറ്റും ബങ്കറും എല്ലാം നശിപ്പിച്ച് അങ്ങ് മേളിൽ ചെന്നെങ്കിൽ മാത്രമേ താഴെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫയർ അവിടെ വന്നിട്ട്. അപ്പോൾ അതിനാണ് ഇഷ്ടൻ പോയത്. അങ്ങനെയാണ് മരണം ഉണ്ടായത്. അവർ പറഞ്ഞു ഇല്ല, ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ പ്രദേശത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഡെഡ് ബോഡി എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്? ഞങ്ങൾക്കറിയാം സർ, യു ആർ ദെയർ ഇൻ ബാംഗ്ലൂർ. വിക്രമിൻ്റെ അമ്മ കാലിക്കറ്റിലാണ്. അപ്പോൾ കാലിക്കറ്റിലേക്ക് ബോഡി അയക്കണോ അതോ
ബാംഗ്ലൂരേക്ക് അയക്കണം. തിരുവനന്തപുരത്ത് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. നഷ്ടം തന്നെയാണ് മോൻ മരിച്ചത്. എന്നാലും രാജ്യത്തിന് വേണ്ടിയായതുകൊണ്ട് അത് മാനിക്കും. ആയിരത്തി 1999 ജൂലൈ 2 കാർഗിലിന്റെ 3 വശത്തു നിന്നും ഇന്ത്യ ആക്രമണം തുടങ്ങി. തീവ്രവാദ ക്യാമ്പുകളും പാക് സൈനിക താവളങ്ങളും വീണു തുടങ്ങി. കുന്നുകയറിയ സൈനികർ പലരും വെടിയേറ്റു വീണു. അതൊന്നും വലിയ മുന്നേറ്റത്തിന് തടസ്സമായില്ല. ജൂലൈ 4 ചരിത്രം പിറന്നത്. രാജേഷ് അധികാരിയും ദിഗേന്ദ്രകുമാറും നയിച്ച സംഘം തോലോലിംഗ് കീഴടക്കി. ഹാംപു പോയിന്റ് 4590 പിടിക്കാൻ സൈനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും രൂക്ഷമായ പോരാട്ടം. നാഗ റെജിമെന്റും ഡി റെജിമെന്റും നയിച്ച പോരാട്ടം. ടൈഗർ ഹിൽ കീഴടക്കി ഇന്ത്യയുടെ പീരങ്കിപ്പട. ജൂലൈ 4 പുലർച്ചെ 5:15 ഇന്ത്യയുടെ ആദ്യ ആക്രമണം. 7:30 പാകിസ്ഥാന്റെ തിരിച്ചടി. വൈകിട്ട് 3 മണിക്ക് ഇന്ത്യയുടെ പീരങ്കിപ്പട 3 ആചാര വെടിമുഴക്കി. ടൈഗർ ഹില്ലിൽ ഇന്ത്യയുടെ പതാക പാറി. പിറ്റേന്ന് ജൂലൈ 5 വാഷിംഗ്ടണിൽ ബിൽ ക്ലിന്റൺ നവാസ് ഷെരീഫിനെ വിളിച്ചു വരുത്തി. ഈ യുദ്ധത്തിൽ ഒപ്പം നിൽക്കാനാവില്ലെന്ന അമേരിക്കയുടെ അന്തിമ സന്ദേശമായിരുന്നു അത്. ജൂലൈ 7 ജുബർ കൊടുമുടിയിലെ പറ്റാലിക്കും ഇന്ത്യ തിരിച്ചുപിടിച്ചു. നവാസ് ഷെരീഫ് പിന്മാറ്റം പ്രഖ്യാപിച്ചിട്ടും മുഷറഫിന്റെ സൈന്യം പിൻവാങ്ങിയില്ല. ഇന്ത്യ ആക്രമണം കടുപ്പിച്ചു. രാജ്യാന്തര സമ്മർദ്ദം പാകിസ്ഥാനുമേൽ ശക്തമായി. ജൂലൈ 11 പാക് സൈന്യം പിന്നോട്ട് ഇറങ്ങി തുടങ്ങി. ജൂലൈ 16 യുദ്ധം ജയിച്ചതായി ഇന്ത്യയുടെ പ്രഖ്യാപനം. അപ്പോഴും പാക് പിന്മാറ്റം പൂർണ്ണമായിരുന്നില്ല. ജൂലൈ 26 ആ ദിവസം देश की रक्षा के लिए और धर्म की रक्षा के लिए हमने जो तलवार उठाई उसको तब तक म्यान में नहीं जाने दिया जब तक हमने विजय प्राप्त नहीं कर दी. ഈ വിജയത്തിനായി കൊടുക്കേണ്ടി വന്ന വില വളരെ വളരെ വലുതായിരുന്നു.